അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂസാ നബി മഹാനായ ഖിളിറിനൊപ്പം അറിവ് നേടാനുള്ള യാത്ര തുടങ്ങിയതു മുതൽ സംഭവിക്കുന്ന വ്യത്യസ്ത സംഭവങ്ങളാണ് ഇനിയുള്ള ആയത്തുകളിൽ വിവരിക്കുന്നത്. അതിൽ ആദ്യത്തെ സംഭവമാണ് ഇന്ന് പഠിക്കുന്ന 3 ആയത്തുകളിൽ പറയുന്നത്. മൂസാ നബിയും മഹാനായ ഖിളിറും യാത്ര തുടങ്ങി. വഴിയിൽ വെച്ച് ഖിളിറിൻ്റെ പല പ്രവൃത്തികളും മൂസാ നബിക്ക് മനസ്സിലായില്ലെങ്കിലും അതേക്കുറിച്ചൊന്നും മൂസാ നബി ചോദിച്ചില്ല. എന്നാൽ അവർ ഒരു കപ്പലിൽ കയറുകയും ഖിളിർ ആ കപ്പൽ ഓട്ടപ്പെടുത്തുകയും ചെയ്തപ്പോൾ മൂസാ നബിക്ക് അത് ക്ഷമിക്കാനായില്ല. അങ്ങനെ മൂസാ നബി ആ പ്രവൃത്തിയിൽ ഖിളിറിനെ ആക്ഷേപിച്ചു. അപ്പോൾ ഖിളിർ മൂസാ നബിയെ യാത്രയ്ക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളും വ്യവസ്ഥകളും ഓർമ്മപ്പെടുത്തി. മൂസാ നബി തനിക്ക് വീഴ്ച സംഭവിച്ചതാണെന്നും യാത്രയ്ക്ക് മുമ്പ് നിശ്ചയിച്ച വ്യവസ്ഥകൾ മറന്നുപോയി, അതിന് വിപരീതമായി അക്ഷമ കാണിച്ചതിന് എന്നോട് പൊറുക്കണമെന്നും ഖിളിറിനോട് അപ്പോൾ ആവശ്യപ്പെട്ടു. ഈ സംഭവമാണ് ഇന്ന് പഠിക്കുന്ന 71 മുതൽ 73 വരെയുള്ള ആയത്തുകളിൽ പറയുന്നത്. ഫൻ തലക്ക, അങ്ങനെ അവർ ഇരുവരും പോയി, അവർ സഞ്ചരിച്ചു. തങ്ങളിൽ നിന്ന് അറിവ് പഠിക്കാൻ താനും കൂടെ വരട്ടെയോ എന്ന് മൂസാ നബി മഹാനായ ഖിളിറിനോട് അപേക്ഷിച്ചപ്പോൾ ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മൂസാ നബിയെ തൻ്റെ സഹയാത്രികനായി കൂടെ കൂട്ടി. അങ്ങനെ ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ അവർ യാത്ര പോയി. യാത്രക്കിടയിൽ മൂസാ നബിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പല പ്രവൃത്തികളും ഖിളിറിൽ നിന്ന് ഉണ്ടായെങ്കിലും ഉടമ്പടിയോർത്ത് മൂസാ നബി അതേക്കുറിച്ചൊന്നും വിശദീകരണം ചോദിച്ചില്ല. ഹത്ത ഇദാ റക്കിബ ഫിസ് സഫീനത്തി, അവർ കപ്പലിൽ കയറുന്നതുവരെ അവരുടെ ആ സമുദ്ര തീരത്തുകൂടെയുള്ള ആ യാത്ര തുടർന്നു. സമുദ്ര തീരത്തുകൂടിയായിരുന്നു അവരുടെ യാത്ര. അതിനിടയിൽ സമുദ്രത്തിലൂടെ നീങ്ങിയ ഒരു കപ്പലിൽ തങ്ങളെ കൂടി കയറ്റണമെന്ന് ഖിളിർ കപ്പലിലുള്ളവരോട് ആവശ്യപ്പെട്ടു. കപ്പലിലുള്ളവരാകട്ടെ മഹാനായ ഖിളിറിനെ അറിയുന്നവരായിരുന്നു, അദ്ദേഹത്തെ ഏറെ ബഹുമാനിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ പ്രതിഫലം വാങ്ങാതെയാണ് ഖിളിറിനെയും മൂസാ നബിയെയും അവർ കപ്പലിൽ കയറ്റിയത് എന്ന് നിവേദനങ്ങളിൽ പറയുന്നു. അങ്ങനെ അവർ കപ്പലിൽ യാത്ര തുടരുമ്പോൾ ഖറഖഹ, അദ്ദേഹം അതിനെ ഓട്ടപ്പെടുത്തി കളഞ്ഞു. ഖിളിർ ആ കപ്പലിൻ്റെ ഒരു പലക പൊളിച്ചെടുത്ത് കപ്പലിന് വലിയൊരു ദ്വാരമുണ്ടാക്കി. തിരമാലകളും ഓളങ്ങളും വരുമ്പോൾ ആ ദ്വാരത്തിലൂടെ കപ്പലിനകത്തേക്ക് വെള്ളം കയറി തുടങ്ങി. കപ്പൽ വെള്ളത്തിൽ താണുകൊണ്ടിരുന്നു. ഇദ്ദേഹം എന്താണ് ഈ ചെയ്യുന്നത്? കപ്പലിൽ വെള്ളം കയറി കപ്പൽ മുങ്ങില്ലേ? മൂസാ നബിക്ക് അത് സഹിക്കാനായില്ല. അദ്ദേഹം പറഞ്ഞു, ആ ഖറഖ്തഹ, താങ്കൾ ഇതിന് ഓട്ടയുണ്ടാക്കിയിരിക്കുകയാണോ? ലിതുഗ്രിഖ അഹ്ലഹ, അതിലുള്ളവരെ മുക്കിക്കളയാൻ. അതിലുള്ള നല്ലവരായ മനുഷ്യർ ചാർജ് വാങ്ങാതെ നമ്മളെ കപ്പലിൽ കയറ്റി നല്ലവരും സാധുക്കളുമായ നമ്മെ സഹായിച്ചവരുമായ ഈ മനുഷ്യരെ മുക്കിക്കൊല്ലാനാണോ താങ്കൾ ഇതിന് ഓട്ടയുണ്ടാക്കിയത് എന്ന് മൂസാ നബി അക്ഷമനായിക്കൊണ്ട് ഖിളിറിനോട് ചോദിക്കുകയാണ്. ലഖദ് ജിഇത ശൈഅൻ ഇംറ, താങ്കൾ കൊണ്ടുവന്നിരിക്കുന്നത് ഗുരുതരമായ ഒരു കാര്യമാണല്ലോ എന്നുകൂടി മൂസാ നബി പറഞ്ഞു. താങ്കൾ ചെയ്തത് വല്ലാത്തൊരു വിക്രിയയായി പോയല്ലോ എന്ന് മൂസാ നബി പറയുകയാണ്. ഇമ്രൻ എന്ന് പറഞ്ഞാൽ അതിശയിപ്പിക്കുന്ന, കുറ്റകരമായ, മോശമായ, ഗുരുതരമായ കാര്യം എന്നാണ്. മൂസാ നബി ഗൗരവത്തോടെയാണ് ഇത് പറഞ്ഞത്. എന്നാൽ ഇനി വരുന്ന ഒരു സംഭവത്തിൽ ഇതിനേക്കാൾ ഗൗരവത്തിൽ, പ്രത്യക്ഷത്തിൽ ഒരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പ്രവൃത്തി ഖിളിർ ചെയ്യുമ്പോൾ മൂസാ നബി ഇതിനേക്കാളും ഗൗരവത്തിലുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് ഇതേ വാചകം തന്നെ പറയുന്നുണ്ട്. ലഖദ് ജിഇത ശൈഅൻ നുക്ര എന്നാണ് അവിടെ പറയുന്നത്. അവിടെ ഇമ്ര എന്ന് പറയുന്നതിന് പകരം കുറച്ചുകൂടി ഗൗരവമുള്ള, കൂടുതൽ നിഷേധം ഉൾക്കൊള്ളുന്ന നുക്ര എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം അവിടെ ഇതിനേക്കാൾ ഗൗരവമുള്ള ഒരു പ്രവൃത്തിയാണ് ഖിളിർ ചെയ്യുന്നത്. ഒരു കുട്ടിയെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇവിടെ കപ്പലിൽ ഒരു പലക ഇളക്കുകയും കപ്പൽ അപായപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ മൂസാ നബി ഇത്തരം ഗുരുതരമായ ഒരു പ്രവൃത്തിയിലൂടെ ഈ കപ്പലിലുള്ള പാവങ്ങളായ മനുഷ്യരെ മുക്കിക്കൊല്ലുകയാണോ താങ്കൾ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഖിളിർ ശാന്തനായി മൂസാ നബിയോട് ചോദിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, അലം അഖുൽ ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്ര, എന്നോടൊപ്പം ക്ഷമിച്ചു കഴിയാൻ താങ്കൾക്ക് സാധിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലയോ? അലം അഖുൽ, ഞാൻ പറയുകയുണ്ടായില്ലേ? ഇന്നക, തീർച്ചയായും താങ്കൾക്ക്, ലൻ തസ്തതിഅ, താങ്കൾക്ക് സാധിക്കുകയില്ല എന്ന്, മഅയ, എന്നോടൊപ്പം, സബ്ര,
ക്ഷമയോടുകൂടി നിലകൊള്ളാൻ. ആക്ഷേപിച്ചുകൊണ്ടോ ശകാരിച്ചുകൊണ്ടോ അല്ല ഖിളിർ ഇങ്ങനെ പറയുന്നത്, ആദരവോടെ തന്നെയാണ് പറയുന്നത്. എൻ്റെ പ്രവൃത്തികൾ കണ്ട് താങ്കൾക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ താങ്കളോട് താങ്കൾക്ക് എൻ്റെ കൂടെ ക്ഷമിച്ചുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. ആ പറഞ്ഞത് താങ്കൾക്ക് ഓർമ്മയില്ലേ എന്നാണ് ഖിളിർ മൂസാ നബിയുടെ അക്ഷമക്ക് മറുപടിയായി പറഞ്ഞത്. അപ്പോൾ മൂസാ നബി തനിക്ക് വീഴ്ച സംഭവിച്ചെന്നും പൊറുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ക്ഷമാപണം നടത്തി. ഖാല, മൂസാ നബി പറഞ്ഞു, ലാ തുആഖിദ്നി ബിമാ നസീതു, ഞാൻ മറന്നുപോയതിൻ്റെ പേരിൽ എന്നെ താങ്കൾ പിടികൂടരുത്, എന്നെ ശിക്ഷിക്കരുത്. തനിക്ക് പിഴവ് സംഭവിച്ചു, ഞാൻ ആ ഉടമ്പടി മറക്കാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് അതെനിക്ക് പുറത്തു തരണം, എന്നെ അതിൻ്റെ പേരിൽ പ്രയാസപ്പെടുത്തരുത്. താങ്കളിൽ നിന്ന് അമൂല്യമായ അറിവുകൾ നേടുന്നതിൽ നിന്ന് ഇതിൻ്റെ പേരിൽ എന്നെ തടയരുത്. വലാ തുർഹിഖ്നി, താങ്കൾ എന്നെ ഞെരുക്കിക്കളയുകയും ചെയ്യരുത്. മിൻ അംരി, എൻ്റെ കാര്യത്തിൽ നിന്ന്, ഉസ്ര, പ്രയാസം കൊണ്ട്. താങ്കളിൽ നിന്ന് അറിവ് നേടുക എന്ന വലിയൊരു ദൗത്യത്തിലാണല്ലോ ഞാൻ. എൻ്റെ ഈ പിഴവിൻ്റെ പേരിൽ ആ ദൗത്യത്തിന് ഭംഗം വരുന്ന രീതിയിൽ എനിക്ക് താങ്കൾ പ്രയാസം വരുത്തരുത് എന്നാണ് മൂസാ നബി ഖിളിറിനോട് അപേക്ഷിക്കുന്നത്. തുടർന്നു വരുന്ന ആയത്തുകളിൽ മറ്റു ചില സംഭവങ്ങളാണ് പറയുന്നത്. ഇൻഷാ അള്ളാഹ് അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.